സർപ്പാരാധന എന്ന് പറയുന്നത് പണ്ട് തൊട്ട് പറയണ ഒരു പഴഞ്ചൊല്ല് പോലെ പറയുന്ന ഒരാണ്. സർപ്പം പ്രസാദിച്ചാൽ സർവം പ്രസാദിക്കും, സർപ്പം ശപിച്ചാൽ സർവം നശിക്കും. സർപ്പാരാധന കൊണ്ട് സന്തതി പരമ്പരയ്ക്ക് ഗുണമുണ്ടാവാൻ സർപ്പാരാധന പോലെ മറ്റൊന്നില്ല. നല്ല അനന്തൻ്റെ ഞാൻ ഈ സർപ്പത്തിൻ്റെ ഗായത്രിയൊക്കെ നിങ്ങൾക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സർപ്പത്തിൻ്റെ നാമജപാദികൾ കൊണ്ട് സമ്പൽ സമൃദ്ധി ഉണ്ടാവും. സർപ്പപ്രീതി കൊണ്ട് നല്ല കുടുംബം ഉണ്ടാവാനും നല്ല വിവാഹം നടക്കാനും കുട്ടികളുണ്ടാവാനും സർപ്പപ്രീതിക്ക് അത്യുത്തമം ഏതൊന്നുമില്ല. സർപ്പത്തെ ശരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അത് സർപ്പത്തിൻ്റെ ജപാദികൾ ചെയ്യുകയും സർപ്പത്തെ ദർശനം നടത്തുകയും സർപ്പത്തിൻ്റെ അടുത്ത് നമ്മൾ വണങ്ങുന്നതനുസരിച്ച് സന്തതികൾക്ക് അത്യുത്തമമാണ്. അത്യുത്തമം എന്ന് പറഞ്ഞാൽ വളരെ കേമത്തം തന്നെയാണ്. കാരണം സന്താന തടസ്സമൊക്കെ പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് സർപ്പങ്ങളുടെ അനുഗ്രഹം, സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ ദുസ്വഭാവം, കുട്ടികളുടെ ചീത്ത കൂട്ടുകെട്ട്, ഇതിലൊക്കെ സർപ്പാരാധന അതികേമത്താണ്.